ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഒരു നല്ല പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഒരു 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അതികലശലായ തലവേദനയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. സത്യം പറഞ്ഞാൽ കിടപ്പ് തന്നെയായിരുന്നു. പനി ഇച്ചിരി ശക്തമായിട്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സംസാരിക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2-3 ദിവസമായിട്ട് പനിയുടെ ഒരു പ്രശ്നമുണ്ട്. 3 അല്ല, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി. പനി, ജലദോഷം ചെറുതായിട്ട് തുടങ്ങി. അത് പതുക്കെ കയറി വന്ന് ഓരോരോ ചെറിയ പ്രശ്നങ്ങളിലേക്ക് കടന്ന് അവസാനം വന്ന് ലാൻഡ് ചെയ്തത് തലവേദനയിലാണ്. പനി ഉണ്ടായിരുന്നു, പനി കുറഞ്ഞു. ഈ പറയുന്ന പോലെ തൊണ്ടവേദന ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ കുറഞ്ഞു. തുമ്മലുണ്ടായിരുന്നു, കുറഞ്ഞു. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന പാർട്ടിയാണ് തലവേദന. എനിക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് വേണേൽ പറയാം. ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം സ്ലീപ്പ് എനിക്ക് കിട്ടുന്നുള്ളായിരുന്നു. മാക്സിമം, അതായത് ഇടസമയത്തൊക്കെ ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം കൂട്ടി ഒരു 3 മണിക്കൂർ സ്ലീപ്പിൽ കൊണ്ട് ഒട്ടും കിട്ടുന്നില്ലായിരുന്നു. അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്താ തരത്തില്ല, ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തലവേദന ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത്. ഇന്നലെ വരെ തലവേദനയുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരു ഗുണമുണ്ടായി. ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചു. ഏകദേശം 7 മണിക്കൂറോളം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഡോക്ടറാണെങ്കിൽ ഗുളിക തന്നിരുന്നു, ഉറങ്ങാനുള്ള ഗുളിക. പക്ഷേ ഒരു പ്രയോജനം പെട്ടില്ല എന്നുള്ളതാണ്. അത് ഉറങ്ങാനുള്ള ഗുളിക കഴിച്ചിട്ടും എഴുന്നേറ്റിരിക്കുമായിരുന്നു ഞാൻ. ഞങ്ങളിവിടെ പറയുമായിരുന്നു, അല്ല കപ്പപ്പൊടിയും കലക്കി തന്നാണോ എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയായിരുന്നു. നല്ല സ്ട്രോങ് മെഡിസിൻ ആയിരുന്നു. ഡോക്ടർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയാം, ഐ എം അമേസ്ഡ്, ഇങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ, അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ചില ആൾക്കാർക്ക് ചിലത് പിടിക്കത്തില്ലല്ലോ, അങ്ങനെ അതുകൊണ്ടായിരിക്കാം. എനിവേ, ഉറങ്ങി ഇന്നലെ നല്ലതായിട്ട്. ഉറക്കഗുളിയൊന്നും ഇല്ലാതെ തന്നെ ഉറങ്ങാൻ പറ്റി. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. മാത്രമല്ല, ഡോക്ടർ പറഞ്ഞൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഉറക്കഗുളിയെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ അതിൽ കടക്കാതെ ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ ചിലപ്പോൾ അത് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു നല്ല കാര്യമായി. അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു. എങ്കിലും ഇന്ന് പനിയുടേതായ അസ്വസ്ഥതകളുണ്ട്, സ്റ്റില്ലുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി 100% ആയിട്ടില്ല. ഇതാണെങ്കിൽ എല്ലാവരും മഴ ദിവസമാണ് വെളിയിൽ. അപ്പോൾ ഇന്ന് വെളിയിൽ നടക്കാനൊന്ന് പോകാം എന്നിങ്ങനെ തലേന്ന് പൊക്കിയപ്പോഴത്തേന് ഒന്ന് നടക്കാൻ പോകാമെന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് മഴയാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വീട്ടിലിരിക്കാം, വീട്ടിലിരുന്ന് എന്തെങ്കിലും സംസാരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വന്ന ഫ്ലൂവിൻ്റെ പേര് ഇൻഫ്ലുവൻസ ബി എന്നാണ്. ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂ ആണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൂവിലും കുറച്ച് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഇച്ചിരൂടെ ഡോസ് കൂടിയ ഫ്ലൂ ആണ്. ഇവിടെ എല്ലാ വർഷവും ഇവർക്ക് ഫ്ലൂ ഷോട്ട് കൊടുക്കും. കാരണം ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഫ്ലൂ ഷോട്ട് കൊടുക്കും. ഞാൻ വർഷങ്ങളോളം ഹെൽത്ത് കെയർ വർക്ക് ചെയ്ത് ഇനിയിപ്പം ഒത്തിരി കുറഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞാൻ ഹെൽത്ത് കെയറുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് ഫ്ലൂ ഷോട്ടുകളൊന്നും വർഷാവർഷം എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് അടിച്ചതെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ഫ്ലൂ ഷോട്ടുകളൊന്നും എടുത്തിട്ടില്ലാത്ത ആളാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ, ഹെൽത്ത് കെയറിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഫ്ലൂ ഷോട്ടുകൾ എടുത്തോണം കേട്ടോ. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി ഡോഡ്ജ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് കൊണ്ടല്ലേ, എന്തിനാ ഫ്ലൂ ഷോട്ട് എടുക്കുന്നത്, നമുക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. പക്ഷേ ഫ്ലൂ ഷോട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഇടക്കാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഞാൻ. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഞാൻ ഫ്ലൂ ഷോട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇമ്മ്യൂണിറ്റി ഏകദേശം കുറച്ചാൾ ഇത്രനാൾ നിന്നുകൊണ്ടായിരിക്കാം, ഇത്രനാൾ ഫ്ലൂ ഷോട്ടുകൾ എടുത്തുകൊണ്ടായിരിക്കാം ഇടയ്ക്ക് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പനിയുടെ കോവിഡ് ആണെങ്കിലും ശരിയായിട്ട് രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ. അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൂ ഷോട്ടുകളുടെ ആ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും എല്ലാം അത് ശരിക്കും 1 വർഷം നിൽക്കണമെന്നാണ് പറയുന്നത്. എന്നിരിക്കലും വർഷങ്ങളായിട്ട് എടുത്തതിൻ്റെ ഒരു പ്രൊലോങ്ങിങ് കാണുമായിരിക്കാം. എന്താണെങ്കിലും ഇത്തവണ നല്ല പിടിയാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അടിഞ്ഞു പോയി കേട്ടോ. അടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അടിഞ്ഞു പോയി, അതങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യത്തിനും വെളിയിൽ വരണം. കാരണം ഏറ്റവും ഗുണമുണ്ടായത് പിള്ളേർക്ക് അവധിയായിരുന്നു എന്നുള്ളതാണ്. പിള്ളേർക്ക് അവധിയല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയത്. കാരണം ഇവരെ പിക്ക് ചെയ്യാനായിട്ട് പോകണം,
കറക്റ്റ് സമയത്ത് ചേരണം. മഴയാണ്, മഴക്കാലമാണ്, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. മഴ നനയണം, പിള്ളേർ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു തന്നെ. മാത്രമല്ല എനിക്ക് തലവേദന ആയതുകൊണ്ട് തലകറക്കവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും ഉണ്ടായിരുന്നു. എന്താണേലും പ്രഷറൊക്കെ നോർമലായിട്ടുണ്ട്. ഏതാണേലും ഇന്ന് 127/90 ആണ് ഇന്നത്തെ പ്രഷർ റീഡിങ്. പെർഫെക്റ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഹൈപ്പർ പ്രഷർ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്നത്. ഞാനിത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഡോക്ടർ എപ്പോഴും പറയുന്നത് നിങ്ങൾ റീഡ് ചെയ്ത് പ്രോപ്പറാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് മരുന്ന് തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് വെയിറ്റ് ഇച്ചിരി ഹെവി ആയതുകൊണ്ടാണ് ശരിയായിട്ട് പറഞ്ഞ മരുന്ന് കഴിക്കേണ്ടത്. കാരണം 80 കിലോയ്ക്ക് താഴെ കുറയ്ക്കുകയാണെങ്കിൽ അയാൾ മരുന്ന് ഒഴിവാക്കി തരാമെന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. ബിക്കോസ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് കയറിയതാണ് 100 കിലോയുടെ മുകളിൽ. അത് കഴിഞ്ഞ് കുറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി പോസിബിൾ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ പുഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്തൊക്കെ ഇറങ്ങിയാൽ ചിലപ്പം നടന്നില്ല. സോ അപ്പോൾ ആ മരുന്നുകളെല്ലാം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാനിന്ന് പറഞ്ഞില്ല, ഇന്ന് നല്ല ഒരു തണുപ്പും മഴയും ഒക്കെ ഉള്ളൊരു തണുപ്പ് പറഞ്ഞാൽ അങ്ങനെ വലിയ തണുപ്പില്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ പൊതുവേ തണുപ്പ് കുറയും. അപ്പോൾ മഴയും ഒക്കെയുള്ള ഒരു നല്ല ദിവസമാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാനിങ്ങുകൾ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്കൊരു പുതിയ ഒരു ഫുൾ സിനിമാറ്റിക് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾക്കറിയാം, കുക്കിംഗ് വീഡിയോ, സിനിമാറ്റിക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ഈത്തൻ മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര്. യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കാണാൻ ശ്രമിക്കണം. നല്ല കണ്ടൻറ്റുകൾ, നല്ല സിനിമാറ്റിക് കണ്ടൻറ്റുകളും നല്ല ഇഷ്ടംപോലെ വ്യൂവർഷിപ്പൊക്കെ ഉള്ള ഒരു സൈറ്റാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് വേറെ ഒരു നല്ല ചാനൽ ഉണ്ടായിരുന്നു. 2 ചാനലുണ്ടായിരുന്നു. ഒന്ന് ബിസിനസ്സിൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു, uniapod.com എന്ന് പറഞ്ഞിട്ട്, @uniapod എന്നാണ് സൈറ്റിൻ്റെ പേര് തന്നെ. അതും പിന്നെ നമ്മുടെ ഈത്തൻ മീഡിയ എന്ന് പറഞ്ഞ വേറൊരു ചാനലും ഉണ്ടായിരുന്നു. 7,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലായിരുന്നു. ആ ചാനലും എല്ലാം ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതായത് ഹാക്കിംഗ് വന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അത് എല്ലാം നമ്മൾ പയ്യെ റീബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിലേക്ക് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ BTS ഒക്കെ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം. BTS എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻ വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈത്തൻ നാഷ ഡയറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിതുവരെ മറ്റേ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കയറി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പറ്റുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക. ഈത്തൻ മീഡിയ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്. നാളെ ഇച്ചിരൂടെ ഫ്രഷായിട്ട് ഇച്ചിരൂടെ കാര്യങ്ങൾ എന്തെങ്കിലും, അപ്പോൾ മഴ ആയതുകൊണ്ടല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വെളിയിൽ പോയി ചെയ്യാമായിരുന്നു. അപ്പോൾ നാളെ എന്തെങ്കിലും ഇച്ചിരൂടെ ഫ്രഷായിട്ടും കാര്യങ്ങളുമായിട്ടുള്ള സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.